വന്നിരിക്കുന്നത് നമ്മുടെ വാഗമൺ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ്. വാഗമൺ ട്രിപ്പിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പറഞ്ഞതുപോലെ നമ്മൾ വാഗമൺ ട്രിപ്പിന് പോയത് കുറച്ച് മുൻപാണ്, പക്ഷെ വീഡിയോ കുറച്ച് വൈകിപ്പോയി. നമ്മൾ പോയത് ഫോഗി നോൾസ് റിസോർട്ടിലാണ്. വാഗമൺ ട്രിപ്പിന് നെക്സ്റ്റ് പോകാൻ നോക്കുന്നവർക്കൊക്കെ ഒരുപാട് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റിസോർട്ട് തന്നെയാണ് ഫോഗി നോൾസ്. ബാക്കി അവിടുത്തെ സ്ഥലങ്ങളും അതേപോലെ റിസോർട്ടും ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. കഴിച്ചു വയറ്റിൽ അത്ര സുഖമുണ്ടായിട്ടില്ല. കഴിച്ചപ്പോഴൊക്കെ ഹസ്ബൻഡിന് അമ്മയ്ക്ക് ഒക്കെ ഒരു ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അത്ര പോരാ എന്ന് ആദ്യം തന്നെ പോകുന്നതിനോട് പറയാണ്. പക്ഷെ സ്ഥലം ഓക്കെയാണ്, അടിപൊളിയാണ്. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, മേലെ നിന്നിട്ടുള്ളത് ബാക്കിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ അന്നത്തെ ദിവസത്തിന്റെ ഫുഡിന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ പോയ ദിവസം പണി കിട്ടി. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതെവിടെ പോയി ഇവിടെ ഇരിക്കി, നമ്മളെപ്പോഴും പരിപാടി അവതരിപ്പിച്ചാലും പണി കിട്ടും എന്നുള്ളത് കൊണ്ട് സെയിം അന്നത്തെ ദിവസവും ഞങ്ങൾക്ക് പണി കിട്ടി. അപ്പോൾ ബാക്കി വീഡിയോസ് കണ്ടിട്ട് നെക്സ്റ്റ് സംസാരിക്കാം. 4 മണിക്ക് നമ്മക്കുട്ടീനെ പാല് കുടിക്കാൻ എണീപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരെയും കൂടി റെഡി ആവാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് 6 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ എത്തി. എണീപ്പിച്ച നമ്മക്കുട്ടി ഇതാ സുഖമായിട്ട് കാറിൽ കിടന്നുറങ്ങണു. ബാക്കിൽ അമ്മയും കിടന്നുറങ്ങുകയാണ്, യുവക്കുട്ടിയും കിടന്നുറങ്ങുകയാണ്. ഞങ്ങളിങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ ഒരു ശരവണഭവൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് ഞങ്ങൾ കണ്ടുവച്ചായിരുന്നു. അപ്പോൾ അത് മാപ്പിൽ നോക്കിയിട്ട് അവിടെ എത്തി. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വാഗമണിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ഇന്ന് രാവിലെ നമ്മളൊരു 4 മണിക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 6-7 മണിയാകുമ്പോൾ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഒരു 7 മണിയാകുമ്പോൾ നമുക്ക് ശരവണഭവൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. ശേഷം ഇതിൽ വാഗമണിലോട്ട് പോകുന്ന വഴിക്കുള്ള സീനറീസാണിത്. ഇവിടെ ഒരു നല്ല പ്ലേസ് ഉണ്ട്, നല്ലൊരു സീനറി ഉണ്ട്. അപ്പോൾ ആ ഒരു സീനറി കാണാനാണ് എല്ലാ ടൂറിസ്റ്റുകാരും ഈ ഒരു പ്ലേസിൽ നിർത്തും. എന്നിട്ട് സീനറി കണ്ടിട്ടാണ് പിന്നെ മുന്നോട്ടുള്ള യാത്ര തുടരുക. ഞങ്ങളും അതേപോലെ തന്നെ അവിടെ നിന്നു. അവിടെ നിന്നുള്ള ഈ ഒരു യാത്ര ആസ്വദിച്ചു. ഇവിടെ നമുക്ക് സ്നാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്സും അതേപോലെ ലേസ് അങ്ങനത്തെ സ്നാക്കൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പാണ്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ ഞങ്ങൾ പോയ സമയത്ത് കുറേ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അവിടെ ബസ്സിലൊക്കെ നിർത്തി ബസ്സിൻ്റെ മേലെയൊക്കെ കയറിയിട്ട് കോളേജ് സ്റ്റുഡൻസൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ഹൈ പാട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് വാഗമണിൽ എത്തിയപ്പോഴുള്ള ഫസ്റ്റ് സ്പോട്ടാണ് ഇത്, വാഗമൺ മെഡോസ് ലേക്ക്. ഈ പാലം ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി, ഏതൊരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പണിയിച്ചതാണ് കേട്ടോ. ആ ഷൂട്ടിങ്ങിന് ഏത് ഫിലിമിൻ്റെതാണെന്ന് എനിക്കറിയില്ല, അത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ലേക്കിൽ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് 200 രൂപ മുതലുണ്ട്. ഓരോ ബോട്ടിനും ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. ഞങ്ങൾ 200 രൂപേൻ്റെ പെഡൽ ബോട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുത്തു കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പെഡൽ ബോട്ട്. അപ്പം അതിന് മുൻപ് ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഈ വീടും ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച വീട് തന്നെയാണ്. അവിടെ നല്ല കാറ്റ് വരുന്നുണ്ട്. വീട് നല്ല ഒരു ചെറിയൊരു വീട് പോലെ ഉള്ള സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തതാണല്ലോ, അങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഇങ്ങോട്ട് കയറുമ്പോൾ എൻട്രി ഫീ ഉണ്ട്. ഓരോരുത്തർക്കും 20 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത്. അതിന് ഈ പാലത്തിന് ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ വേറെ എൻട്രി ഫീ ആണ് കേട്ടോ. അവിടെ വരെ ബോട്ടിന് വേണമെങ്കിൽ അങ്ങനെ വേറെ എൻട്രി ഫീ, അങ്ങനെയാണ് ഇവിടുത്തെ എൻട്രി ഫീസൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പെഡൽ ബോട്ടിന് വേണ്ടിയിട്ട്, അപ്പോൾ അമ്മയും നമ്മക്കുട്ടിയും ആ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബോട്ടിങ് ആരംഭിച്ചു. ഈ ബോട്ടിങ്ങിൻ്റെത് നല്ല വെയിലായിരുന്നു. വെയിലത്തായിരുന്നു ഞങ്ങൾ പോയിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. ഈ ഒരു മാർച്ച് സമയത്തായിരുന്നു. അത് ഇപ്പം തന്നെ അതുകൊണ്ട് നല്ല വെയിലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു പെഡൽ ബോട്ട് വേണ്ട, അവർ തന്നെ തുഴഞ്ഞു തരുവാണെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ആസ്വദിക്കായിരുന്നു കാഴ്ചകളെന്ന്. അപ്പോൾ അവിടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആമ്പൽപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. ആമ്പൽപ്പൂവ് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ റിസോർട്ടിലേക്കാണ്. ഞങ്ങൾ എടുത്ത റിസോർട്ട് ഫോഗി നോൾസ് റിസോർട്ടാണ് കേട്ടോ, വാഗമണ്ണിലുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി എന്ന് പറയുന്നത്, റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദൂരെ നിന്ന് ഫോഗി നോൾസ് റിസോർട്ടിൻ്റെ വ്യൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് തലേ ദിവസം ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ റിസോർട്ടിലോട്ട് പോയത്. ഈ മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറവായിരിക്കുമല്ലോ ടൂറിസ്റ്റുകൾ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി. അങ്ങനെ നമ്മളൊരു പെട്ടെന്ന് തലേ ദിവസം ബുക്ക് ചെയ്തിട്ടാണ് പോയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പിറ്റേ ദിവസം, മാർച്ച് 30th. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം സർപ്രൈസായിട്ട് പ്ലാൻ ചെയ്തിട്ട് കൊടുത്ത ട്രിപ്പാണിത്. പോകുന്ന വഴി കണ്ടോ, ഭയങ്കര ഒരു അപകടം പിടിച്ച വഴിയാണ്. കുറച്ച് അപ്പുറത്തേക്ക് വലിയ കൊക്കയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. നേരെ ഞങ്ങൾ അവിടുത്തെ ഫുഡിൻ്റെ രജിസ്ട്രേഷൻസൊക്കെ അഡ്മിഷൻസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വേറെ പോയത് ക്യാൻറ്റീനിലോട്ടാണ്, അവിടുത്തെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണിത്. റെസ്റ്റോറൻറ്റിൽ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ആ പണി കിട്ടിയ റെസ്റ്റോറൻറ്റ്. പക്ഷെ ഞങ്ങൾ പോയ ദിവസത്തിൻ്റെ ആ ഫുഡിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അറിയില്ല. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വ്യൂ എൻജോയ് ചെയ്തു, ബാക്കിയൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എന്തോ ഞങ്ങൾക്ക് ഫുഡ് പിടിച്ചിട്ടില്ല. എനിക്ക് അത്ര വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, എനിക്കിവിടെ വന്നതിന് ശേഷമായിരുന്നു ഇഷ്യൂ. അമ്മയ്ക്കും ഹസ്ബൻഡിനും ഇവിടെ നിന്ന് തന്നെ ഇഷ്യൂ വരുന്നുണ്ടായി കേട്ടോ. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്, ടേസ്റ്റി ഫുഡ് തന്നെയാണ്. ഞങ്ങൾ മുന്നേ ഓർഡർ ചെയ്തിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. മേ ബി അറിയില്ല എന്താണ് അപ്പോൾ അന്ന് സംഭവിച്ചതെന്ന്. പക്ഷേ ഇവിടെ ഞങ്ങൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് പോയപ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നു കണ്ടത്. ഫുഡിനുമൊക്കെ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളും പോയത്. പക്ഷെ അവർക്കൊന്നും കുഴപ്പമുണ്ടായില്ല. മേ ബി ആ ദിവസത്തെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് മാത്രമായിരിക്കാം. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ വേറൊരു റൂമിലേക്ക് കാണിക്കാൻ കൊണ്ടുപോയി. അതായത് ഞങ്ങൾ ചൂസ് ചെയ്ത റൂമിൽ നിന്നും മാറ്റിയിട്ട് ഈ റൂം സജസ്റ്റ് ചെയ്യായിരുന്നു അവർ. കാരണം ഇതൊരു കേവ് റൂമാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് അവർ ഈ റൂം സജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് പക്ഷേ നല്ല അടിപൊളി റൂമായിരുന്നു. ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ കാണാം കേട്ടോ. പൊള്ളിയാണ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു ഉള്ളിൽ കയറിയപ്പോൾ. പുറത്ത് നല്ല ചൂടായിരുന്നു. ചൂടിന്ന് ഞങ്ങൾ അകത്തേക്ക് കയറിയതും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അവിടെ AC ഉണ്ട്, അതിൻ്റെയാണ് ഈ കൂളിംഗ് ഉള്ളത്. പിന്നെ ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിപ്പോൾ ഞങ്ങൾ പോയത് മാർച്ച് മാസമായതുകൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റ്. പക്ഷേ എന്നിരുന്നാലും ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ അവിടെ മൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാർച്ച് മാസത്തിൽ കൂടെ അവിടെ മഞ്ഞൊക്കെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു ഈ വൈകിട്ടത്തോടാകുമ്പോൾ. കാരണം ഞങ്ങളുടെ റൂമിലുള്ള വ്യൂ, ഞങ്ങൾക്ക് റൂമിൽ നിന്ന് വ്യൂ വേണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റൂം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം അവിടെ തന്നെയുള്ള ഒരു ഗെയിം ഏരിയയിലോട്ട് പോയി കേട്ടോ. ഇവിടെയാണെങ്കിൽ അമ്മ വൻ കളി, യുവക്കുട്ടിയാണെങ്കിൽ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അമ്മയ്ക്ക് ആ കളീൻ്റെ സ്പിരിറ്റിൽ അമ്മയോട്ട് കൊടുക്കുന്നുമില്ല. അമ്മ ആവേശത്തിൽ കളിക്കാവില്ല അമ്മ. ശേഷം ഞാനും ഒരു കൈ നോക്കാം എന്ന് കരുതി കളിക്കാൻ തുടങ്ങി. ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു, വളരെ സ്പിരിറ്റോട് കൂടി കളിക്കുന്ന പ്ലെയറിൻ്റെ കൂടെയാണ്, യുവക്കുട്ടിയുടെ ആയിരുന്നു ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചലോ ചലോ എന്നും പറഞ്ഞ് സൈക്കിൾ എടുത്തിട്ട് കറങ്ങാൻ വേണ്ടി പോയി. പക്ഷെ കറങ്ങാൻ വേണ്ടി പോയത് ഈ ചുറ്റാവട്ടത്ത് തന്നെയാണ് കേട്ടോ. കാരണം അധികം സൈക്കിൾ എടുത്തിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം വരുന്ന വഴി ഞാൻ കാണിച്ചല്ലോ, ഭയങ്കര ഒരു അപകടം പിടിച്ച വഴിയായതുകൊണ്ട് അങ്ങോട്ടേക്ക് സൈക്കിൾ അധികം ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാത്രം ഒന്ന് കറങ്ങി കളിച്ചുകൊണ്ട് തിരിച്ചു.
പിന്നെ ഇവിടുത്തെ റിസോർട്ടിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ പ്രൈവറ്റ് പോണ്ട് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ്, മഴക്കാലത്തൊക്കെ വൈൻ വെള്ളമായിരിക്കും, കാണാനും നല്ല ഭംഗിയാണ്. ഈ അതിലോട്ട് പോകുന്ന ആ പ്രൈവറ്റ് പോണ്ടിലോട്ട് പോകുന്ന വഴിയാണിത്. കുറേ നടക്കാനുണ്ട്. ഞങ്ങൾക്കപ്പോൾ കാഴ്ച കണ്ട് നടക്കാം. ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിറങ്ങ കേട്ടോ, ശ്രദ്ധിച്ചിറങ്ങണേ, നോക്കിയിട്ട് താഴെ വീണുമല്ലാന്ന്. ശേഷം ഞങ്ങൾ ഫ്രഷായിട്ട് നൈറ്റ് അവിടെ ഒരു ഫിലിം കാണിക്കുന്നുണ്ട്. ഞങ്ങൾ പോയ ദിവസം പൊന്മാനായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് പോകേണ്ട വഴിയാണിത് കേട്ടോ. അതും കേവ് റൂമിനടുത്തുള്ള ഒരു പ്ലേസിലാണ് ഈ നമ്മുടെ തിയേറ്ററും ഉള്ളത്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു സെപ്പറേറ്റ് നമ്മളൊരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാതിരി തന്നെ അവർ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കയറി ചെല്ലുന്ന ഇടത്തും ഒരു ചെറിയൊരു ചെസ് ഏരിയ ഉണ്ട്. കുറച്ച് സമയം ഞങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. പക്ഷേ ഈ റിസോർട്ടിൽ വന്നിട്ട് വെറുതെ നമ്മൾ കണ്ട ഫിലിം തന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പുറത്തു നിന്നുള്ള ഈ ചെസ് ഏരിയയിൽ പോയിട്ട് ചുമ്മാ ഒന്ന് യുവക്കുട്ടീൻ്റെ ഒപ്പം ഒന്ന് കളിച്ചു. അവിടെ നല്ല രസമുള്ള പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. ചുറ്റിലും ആ ഒരു ഹാളിൽ ചുറ്റിലുമായിട്ട് വളരെ ഭംഗിയുള്ള ഈ ഒരു പെയിൻറ്റിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഹ്യൂമൻ ഇവല്യൂഷൻ്റെ രീതിയിലുള്ള ആ ഒരു ഹോമോസാപ്പിയൻസ് ആ ഒരു കാലഘട്ടത്തിൻ്റെ പെയിൻറ്റിങ് വളരെ ഭംഗിയായിട്ടത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു നല്ലൊരു പ്ലാന്റും കൂടിയുണ്ട്, കുഞ്ഞു കുഞ്ഞു ഫ്ലവറായിട്ടും. അതും അതിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്, ആ ഒരു ഹാളിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട്, അതായത് അവിടെ നിന്ന് നമുക്ക് കാണാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ളതും ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ജീപ്പൊക്കെ ഇവർ തന്നെ റെഡിയാക്കി തരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു ജീപ്പ് രാവിലെ ഇവിടെ വരും, നമുക്ക് ആ സ്ഥലങ്ങൾ കണ്ടിട്ട് വരാം. ഓഫ് റോഡ് സവാരി ഒക്കെ ഇവിടെ നിന്ന് തന്നെ അവരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ഒരു ബോർഡിൽ അവിടെ കൊടുത്തിട്ടുമുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നമ്മുക്കുട്ടി കരച്ചിൽ തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മുക്കുട്ടീനെ കാമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള തന്ത്രപ്പാടിലായി ഞങ്ങൾ. ആക്ച്വലി ഈ ഒരു ഇത്ര ചെറുപ്പത്തിൽ അപ്പോൾ നമ്മുക്കുട്ടിക്ക് പ്രായം എന്ന് പറയുന്ന ഒരു 4 മാസമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു, ഇത്ര ചെറിയ കുട്ടീനെയും കൊണ്ട് പോകണോ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ ഒരു പ്രസവം കഴിഞ്ഞിട്ട് നമുക്കുള്ള ഒരു മൈൻഡ് റിലീഫ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. എനിക്ക് ഒന്നാമത് ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് റിലീഫ് ആകും എന്നുള്ള ഉദ്ദേശം കൂടി യാത്രയ്ക്ക് പിന്നിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും ഇങ്ങനെ യാത്ര പോവാൻ പറ്റാതിരിക്കുന്ന ഈ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുക. ഒരിക്കലും അതൊരു റിഗ്രറ്റ് ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. നമ്മുക്കുട്ടീൻ്റെ ഉറക്കേണ്ട ചുമതല അപ്പുവേട്ടനായിരുന്നു. പക്ഷെ നമ്മുക്കുട്ടി എവിടെ ഉറങ്ങാൻ, വീട്ടിലേക്ക് നല്ല കാമായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങുന്ന മൂപ്പരായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും ലൈറ്റ് ഓഫായി നല്ല കാം എൻവിറോൺമെൻറ്റിൽ മാത്രമാണ് നമ്മുക്കുട്ടി ഉറങ്ങാറ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഞാനും നടന്നു. അതിനുശേഷം ഞാൻ വാവനെ എടുത്തു, ഹസ്ബൻഡ് ഫുഡ് കഴിച്ചു. ശേഷം ഞങ്ങൾ ക്യാമ്പ് ഫയർ സെക്ഷനിലോട്ട് പോയി. ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. സമയം 9 മണിക്ക് ഓരോന്നിനും ഓരോ ടൈം തന്നിട്ടുണ്ടാവും. അവർ ഒരു നോട്ടീസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും ഏത് ടൈമിനാണുള്ളത്. അപ്പോൾ ഈ ക്യാമ്പ് ഫയർ നടക്കുന്നത് 9 മണിക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് രസം. ആരും ഒന്നും ഡാൻസ് കളിക്കുന്നില്ല, ഒന്നും അനങ്ങാതെ ക്യാമ്പ് ഫയറിൽ കണ്ടുകൊണ്ടിരിക്കുക. അതായത് ലൈറ്റ് മ്യൂസിക് വിത്ത് ക്യാമ്പ് ഫയർ എന്നായിരുന്നു നോട്ടീസിലുള്ളത്. അതുകൊണ്ടാണാവോ അവരങ്ങനെ വന്നതെന്നറിയില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാം നല്ല അടിച്ചുപൊളി പാട്ടായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ അടിച്ചുപൊളി പാട്ടിൽ ചുമ്മാ ഈ ഒരു ക്യാമ്പ് ഫയറും കണ്ടിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളും പോയി കുറച്ച് നേരം വെറുതെ ഇരുന്നു. എനിക്കാണെങ്കിൽ ഈ പാട്ട് കണ്ടിട്ട് ഇതെന്താ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു മനോവിഷമുണ്ടല്ലോ. അവസാനം ഞാനൊന്നും നോക്കാതെ ഇറങ്ങി കളിച്ചു. അപ്പോഴത്തേക്കും വേറൊരു ടീമും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കുഞ്ഞുങ്ങൾ. അവരും കൂടെ എനിക്ക് കൂട്ടിനുള്ളത് കൊണ്ട് പിന്നെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി.
മലയാളി ഉഷ മോദലാളി ഈ മദ്യം മധുരസ് വായടുക്കാൽ വായാടി ഈ വാക്കെടുക്കാൽ വാക്കത്തി ഓരെടുക്കാൽ പോരാളി ഈ സിംഗിളങ്കടി കുഞ്ഞുങ്ങളി ജംഗിളിൽ ഞാൻ തന്നെ സിംഗം ഈ പെൺപിള്ളമാരെല്ലാരും നോക്കി വെള്ളം അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഇരിക്കുമ്പോഴാണ് നിൽക്കാൻ പറ്റാത്ത ക്ഷീണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മതി, കളിക്കാൻ പറ്റുന്നില്ല, നമുക്ക് റൂമിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ചെറിയൊരു ഹസ്ബൻഡിൻ്റെ റീലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിലെത്തി. എനിക്കാണെങ്കിൽ പനി എന്ന് പറഞ്ഞാൽ 102 ഡിഗ്രി പനി. പിന്നെ രാത്രി മൊത്തം എനിക്ക് ഈ തണുത്ത വെള്ളം ഒപ്പിത്തരലായിരുന്നു ഇവരുടെ പണി. എന്തോ ഭാഗ്യത്തിന് ഞാൻ പാരസെറ്റമോൾ എടുത്തതുകൊണ്ട് അതും കഴിച്ച് നേരം വെളുപ്പിച്ചു. രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല മഞ്ഞ് മൂടിയ വ്യൂ ആയിരുന്നു. കംപ്ലീറ്റ് നാച്ചുറിനോട് ഇണങ്ങി ചേർന്ന് ഇരിക്കുന്ന വ്യൂ ആണ്. ശേഷം അവിടെ തന്നെയുള്ള ഒരു കോമ്പോയിൽ വരുന്നതാണ് ഈ ഒരു കുതിര സവാരി എന്ന് പറയുന്നത്. ഇത് എല്ലാ ദിവസവും രാവിലെ വരും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ പനിയൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, മിസ്സാക്കരുതല്ലോ, വന്നതല്ലേ. അങ്ങനെ ഞാൻ കുതിര സവാരിയിലൊക്കെ കയറി. യുവക്കുട്ടി കയറണം എന്നൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു, പക്ഷെ പേടിച്ചിട്ട് പിന്നെ കയറിയില്ല. അങ്ങനെ ഒരു ചെറിയൊരു കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആക്ച്വലി പ്ലാൻ ഇതൊന്നും ആയിരുന്നില്ല. ഇവിടെ നിന്ന് മേ ബി ഇഷ്ടമാണെങ്കിൽ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണണമെന്നുണ്ടായി. അഡ്വഞ്ചർ പാർക്കിൽ പോകണമായിരുന്നു, പൈൻ ഫോറസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പോകണം എന്നുള്ള പ്ലാൻ ഞങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ അവിടെ നിർത്തി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിന്നു. ഇവിടെ തന്നെയുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഇത്. അഡ്വഞ്ചർ പാർക്കിൽ പോകാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചലോ കൊച്ചിയിലോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ കുഞ്ഞ് വാഗമൺ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിവിടെ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് support us, like us. Thank you so much for watching this.